ഈ ഹരിത ജൈവഗോള നന്മയിൽ നാം പുലരണം, നന്മയെ പുലർത്തണം നാം. ഇനി വരുന്ന തലമുറയ്ക്കു തിരികെ നൽകുവാൻ, ഇനി വരുന്ന തലമുറയ്ക്കു തിരികെ നൽകുവാൻ. തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഈ 2025 ഇലക്ഷൻ ഞങ്ങൾ ഒരുക്കുന്നത് ഹരിത ബൂത്ത്, അതായത് ഞങ്ങൾക്ക് 41 ബൂത്തുകളാണ്. 41 ബൂത്തും ഹരിത ബൂത്താക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഓരോ ബൂത്തിലും ഹരിത ബൂത്താക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതിൽ കിട്ടുന്ന വസ്തുക്കൾ, അതായത് വേസ്റ്റുകൾ ഞങ്ങൾ അതായത് ഇതിൽ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് MCF-ലേക്ക് എത്തിച്ച് നല്ല രീതിക്ക് തന്നെ സംസ്കരിക്കും. എവിടുന്നാ നിങ്ങൾക്ക് ഈ ഓലയും കരിമ്പനോലയൊക്കെ കിട്ടിയത്? ഈ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വ്യക്തികളും, അതായത് നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ട്, അവരുടെ സംഭാവനയാണ്. ഞങ്ങളത് പോയിട്ട് വണ്ടിയിൽ പോയിട്ട് കളക്ട് ചെയ്ത് കൊടുന്ന് മതി എന്ന് പറഞ്ഞിട്ട് ആളുകൾ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഒരു പരിപൂർണ സഹകരണത്തോടു കൂടി പഞ്ചായത്ത് ഭരണസമിതി ജീവനക്കാര്, ഹരിതകർമ്മസേന അംഗങ്ങൾ എല്ലാവരും, നിങ്ങളുടെ കോർഡിനേറ്റർ അല്ലേ, അങ്ങനെ എല്ലാവരും, അതുപോലെ ഞങ്ങൾ അക്കൗണ്ടന്റ്, എല്ലാവരും പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട്, എൻഫോഴ്സ്മെന്റ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഒറ്റ കൂട്ടായ്മയിലാണ് ഞങ്ങൾ ഈ ഹരിത ബൂത്ത് ഒരുക്കുന്നത്. എന്തായാലും ഇതൊരു വിജയമാവട്ടെ, ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയും പ്രചോദനവും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപൊളിയാവട്ടെ, ഇലക്ഷൻ അടിപൊളിയാവട്ടെ അല്ലേ? അല്ലേ, ഇലക്ഷൻ ഗംഭീരാവട്ടെ. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തവനൂർ ഗ്രാമപഞ്ചായത്ത് ഈ ഇലക്ഷനെ വരവേൽക്കുന്നത് വേറിട്ട രീതിയിലാണ്. പ്രധാനപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ നടന്നു കഴിയുമ്പോൾ നമുക്കറിയാം ആ പരിസരം മുഴുവൻ പാഴ്വസ്തുക്കൾ നിറഞ്ഞ് അലങ്കോലമായി കിടക്കുന്നുണ്ടാകും. അതില്ലാതെ ഇരിക്കാൻ തവനൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന ഈ ഇലക്ഷൻ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്താൻ സഹായിക്കുകയാണ്. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മറ്റുള്ളവരും ഇത് അനുകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒറ്റ ഭൂമിയാശ്രയം, ഈ നിരന്ന പച്ചകളിൽ സൂര്യരശ്മിയേറ്റുവാങ്ങി അന്നമാക്കി മാറ്റി വേണം എണ്ണമറ്റ ജീവികൾക്ക് പുലരുവാൻ. ഈ മണ്ണിനുറവിൽ നിന്നും ഊറി വരും നൂറു നൂറു നീരൊഴുക്കിൽ നിന്നു വേണം അനന്തകോടി ജീവികൾക്കു ദാഹമകറ്റാൻ. ഈ ഹരിത ജൈവഗോള നന്മയിൽ നാം പുലരണം, നന്മയെ പുലർത്തണം നാം. ഇനി വരുന്ന തലമുറയ്ക്കു തിരികെ നൽകുവാൻ, ഇനി വരുന്ന തലമുറയ്ക്കു തിരികെ നൽകുവാൻ, ഇനി വരുന്ന തലമുറയ്ക്കു തിരികെ നൽകുവാൻ, ഇനി വരുന്ന തലമുറയ്ക്കു തിരികെ നൽകുവാൻ.